നാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നമ്മെ പഠിപ്പിച്ച നമ്മുടെ പിതാക്കന്മാരെ നമ്മുടെ പ്രാർത്ഥനകളിലും കുർബാനകളിലും നാം ഓർക്കണമെന്നുള്ള നമ്മുടെ കടമയും പൈതൃകവും പ്രത്യേകമായി നമ്മുടെ രൂപതയുടെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന കുർബാനയിലും പ്രാർത്ഥനയിലും നമ്മൾ പ്രത്യേകമായി സമർപ്പിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രഥമ കാതോലിക്ക ബാവ ആയിരുന്ന സിറിൽ ബസേലിയോസ് ബാവ തിരുമേനിയുടെ അനുസ്മരണ കാതോലിക്ക ബാവ തിരുമേനിയെ പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർക്കുമ്പോൾ ആഗമന സഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവ തിരുമേനിയിലൂടെ കൈവന്നിരിക്കുന്ന നന്മകളെയും അതോടൊപ്പം പിതാവിലൂടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഇന്ന് കാണപ്പെടുന്ന രീതിയിൽ ആയിത്തീരുവാൻ പിതാവ് നമ്മളെ നയിച്ച രീതികളുമെല്ലാം ഞാൻ ഓർക്കുകയാണ്. ഒരു വ്യക്തിയായി, ഒരു വിശ്വാസിയായി, ഒരു സന്യാസിയായി, ഒരു സഭാപിതാവായി പിതാവ് ചെയ്തിരിക്കുന്ന നിരവധിയായിട്ടുള്ള ശുശ്രൂഷകൾ പൊതുവായി സഭയുടെ കെട്ടുറപ്പിനും പ്രത്യേകമായി മലങ്കര സുറിയാനിയുടെ വളർച്ചയ്ക്കും കാരണമായി എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. പിതാവിനോട് ഏറ്റവും അടുത്ത് ഒരു വൈദിക വിദ്യാർത്ഥിയായും വൈദികനായും പങ്കുചേർന്ന് പ്രവർത്തിച്ചത് ഞാൻ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. എന്നെ വളരെ സ്വാധീനിച്ച പിതാവിൻ്റെ ഒരു ചിന്ത, പിതാവ് മേലധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ ചോദിച്ച ഒരു ചോദ്യത്തിന് പിതാവ് കൊടുത്ത ഉത്തരമാണ്. അതായത് ഈ മേലധ്യക്ഷ സ്ഥാനത്തെ എങ്ങനെ കാണുന്നു? അതിന് ബാവ തിരുമേനി കൊടുത്ത ഉത്തരം, ഇത് ദൈവിക പുണ്യങ്ങളായ വിശ്വാസം, ശരണം, സ്നേഹം ഇതിൽ ആഴപ്പെടുവാനുള്ള ഒരു വിളിയാണ്. അടിസ്ഥാനപരമായി ഓരോ ക്രിസ്ത്യാനിക്കും നൽകപ്പെട്ടിരിക്കുന്ന ഈ നിയോഗം സഭയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുവാൻ നാം വിളിക്കപ്പെടുമ്പോൾ അതിനെ എങ്ങനെ കാണണം, എന്തിനു വേണ്ടിയാണത് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഈ രീതിയിലുള്ള ദൈവശാസ്ത്രപരമായ, സഭാശാസ്ത്രപരമായ, നിയാമിക വശങ്ങളെയെല്ലാം വളരെ ആഴത്തിൽ പഠിച്ച് നമ്മളെ പഠിപ്പിച്ച നമ്മുടെ സഭയുടെ ആദ്യത്തെ തലവനും പിതാവുമായ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവ തിരുമേനിയുടെ ആ സ്മരണയിൽ സഭാമക്കൾ ഒന്നായി ഇന്ന് ഏറ്റവും അനുഗ്രഹീതരായിരിക്കുന്നു എന്ന് പറയുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗത്തിലായിരുന്നുകൊണ്ട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ശതാബ്ദിയിലേക്കുള്ള ഈ യാത്രയിൽ പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പിതാവിൻ്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ പുത്തൂർ ഭദ്രാസനത്തിൽ പ്രത്യേകമായി നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഗ്രന്ഥത്തിൽ സൂക്ഷിച്ച കണ്ണുകൾ വയ്ക്കു കൂടാതല്ലേ, നിൻരക്ത ശരീരങ്ങളാഘോഷിച്ച കൈകൾ ചൂടാലെ ചുരുട്ടിക്കല്ലേ.